എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല. എന്റെ ആർമറി എല്ലാം പോയി. ഇപ്പൊ ഞാൻ വെറും പിച്ചക്കാരനാണ് സത്യം പറയല്ലോ. പിച്ചക്കാരനായിപ്പോയി. എത്ര റിച്ച് ആയിട്ട് ജീവിച്ചതാണ് ഈ ഒരു വേൾഡിൽ. ഇപ്പൊ ഞാൻ വെറും പിച്ചക്കാരൻ. എങ്ങനെയാ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബ്രീഡറിന്റെ അടുത്ത് വെറുതെ കുറച്ച് സമയം നിന്നതാണ്. പെട്ടെന്ന് എനിക്കപ്പുറം പോകേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ പോയിട്ട് വരുമ്പോഴേക്ക് എന്നെ ഏതോ ഒരു സോംബി വന്ന് അടിച്ചു കൊന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ ആയിട്ട് വന്നിട്ട് ഐറ്റംസ് കളക്ട് ചെയ്യാന്ന്. രാവിലെ വന്ന് നോക്കുമ്പോഴേക്കും എന്റെ ഐറ്റംസ് മൊത്തത്തിൽ ഡീസ്പോൺ ആയി പോയി. എന്തായാലും നമ്മളെ ഐറ്റംസ് എല്ലാം പോയത് പോയി. എന്തായാലും നമ്മളെ അടുത്ത് കുറച്ച് ഡയമണ്ട് ഉണ്ട്. ഇനി ഞാൻ ഡയമണ്ട് ആർമർ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമുക്കിനി എന്തായാലും ഗ്രൈൻഡിങ്ങിനൊക്കെ പോണം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മ ഒരു കിടിലം അയൺ ഫാർമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ താഴെ ബട്ടൺ ഇങ്ങനെ തിളങ്ങി കിടക്കുന്നുണ്ടാവും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു കയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ കയർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമുക്ക് റെസിപ്പി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ ഒരു സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് കയറുണ്ടാക്കാൻ പറ്റുമെന്ന്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും നമുക്ക് ഇന്ന് കയറൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് വില്ലേജസിനൊക്കെ ഒരു 3 വില്ലേജർ നമുക്ക് ആവശ്യമുണ്ട്. അതിനൊക്കെ കൊണ്ടുപോയിട്ട് ഒരു കിടിലം അയൺ ഫാർം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മളെ മീനുക്കുട്ടി ഇത് ഇവിടെ ഇരിക്കണുണ്ട്. മീനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 20 ലൈക്ക് അങ്ങ് അടിച്ച് പൊട്ടിക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് സ്ട്രിങ് കയ്യിലില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ നൈറ്റ് സ്കിപ്പ് ചെയ്തും പോയി. ഇപ്പം എന്തായാലും രാവിലെയാണ്. എന്തായാലും നൈറ്റ് ആകുന്നവരെ നമുക്ക് കാത്തുക്കണം. പക്ഷെ നമുക്ക് എന്തായാലും പോയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കാം. ഇവിടെ കള്ളപ്പന്നി എൻ്റെ ബ്ലോക്ക് എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവൻ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കിട്ടെ. അവൻ്റെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ആയിട്ട് നമുക്ക് അയൺ ഫാമിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കാം. വെള്ളത്തിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കൊരു നടുക്കടൽ കിട്ടിയിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. എന്തായാലും ഞാൻ ഒന്ന് തപ്പി നോക്കട്ടെ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് അയൺ ഫാർം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അയൺ ഫാർമിന്റെ 4 സൈഡും നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് ഡിസ്റ്റൻസ് വേണം. എന്നാലേ നമുക്ക് ഫാർം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഫൈനലി ഞാനത് കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ട ഫാർം നമ്മൾ കണ്ടുപിടിച്ച് ഏറ്റവും ഈസിയസ്റ്റ് അയൺ ഫാർമാണ് ഞാൻ ഇന്നിവിടെ ബിൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം. അതൊക്കെ ഞാൻ എന്തായാലും ഒന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ഏകദേശം ഞാൻ ഇത്രത്തോളം ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബക്കറ്റ് ലാവയും 2 ബക്കറ്റ് വെള്ളവും കൂടി എടുക്കണം. എന്നാൽ നമുക്ക് മൊത്തത്തിൽ കഴിയും. അതുപോലെ തന്നെ ഇന്നത്തെ നൈറ്റ് നമുക്ക് ഉറങ്ങാൻ പാടില്ല. നമുക്ക് കുറച്ചധികം ചെലന്തിന് ആവശ്യമുണ്ട്. അതിനെ തല്ലിക്കൊന്ന് കയറുണ്ടാക്കണം. സോ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് നേരം AFK നിൽക്കാൻ പോവാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ നൈറ്റ് വെറുതെ പോയി. ഒരു മോബെങ്കിലും മര്യാദയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്പൈഡറിനൊന്നും എനിക്ക് കിട്ടിയില്ല. ഓൾറെഡി ഈ ഒരു വേൾഡിൽ എന്തോ കാരണത്താൽ ഈ ഒരു മോബ്സ് ഒക്കെ സ്പോൺ ആവുന്നത് ഭയങ്കര കുറവാണ്. ഇനി ഞാൻ സെറ്റിങ്സ് ഒന്നും മാറ്റിയെന്ന് പറയരുത്. ഇപ്പോഴും നോർമൽ തന്നെയാണുള്ളത്. വേണമെങ്കിൽ നമുക്ക് നോർമലിൽ ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ നോർമലിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടെ സോംബീസും മോബ്സ് ഒക്കെ സ്പോൺ ആവുന്നത് വളരെയധികം കുറവാണ്. എന്തായാലും ഇത് ഇവിടെ ആയിട്ട് ഒരു ലാവ പൂൾ ഉണ്ട്. അവിടുന്ന് നമുക്ക് കുറച്ച് ലാവ എടുക്കാം. ഒരു ബക്കറ്റ് ലാവ എടുക്കാൻ പോയ ഞാൻ അങ്ങ് നെക്കി പിടിച്ചിട്ട് ഇപ്പോൾ 3 ബക്കറ്റ് ലാവയായി. എന്തായാലും ഈ ബക്കറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഈ ബക്കറ്റ് കയ്യിലിരിക്കട്ടെ. ഈ ഒരു ബക്കറ്റ് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് 2 ബക്കറ്റിൽ വെള്ളം കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് നമുക്ക് ഈ ഒരു ഫാർം ഉണ്ടാക്കാൻ തുടങ്ങാം. ബാക്കി എല്ലാ ഐറ്റംസും ഞാൻ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് ഇവിടെ സോംബീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സോംബീന് ആവശ്യം വരും. അപ്പൊ നമ്മൾ എന്തായാലും ആവശ്യമുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് അയൺ ഫാർം ഉണ്ടാക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ കുറേ റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി എന്തായാലും കുറച്ച് റെയിലും ഉണ്ടാക്കണം, കുറച്ച് മൈൻകാട്ടും ഉണ്ടാക്കണം. എല്ലാം പോയി. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ മൈൻകാട്ടും റെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര റിച്ച് ആയിരുന്നു. ഇപ്പം എല്ലാം കൈവിട്ട് പോയി. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ ഇത് ഇത്രയും വലിയ ഏരിയ ക്ലിയർ ആക്കി എടുത്തു. പിന്നെ ഇത് ഇവിടെയൊക്കെ കുറച്ച് ഡേർട്ട് വെക്കാനുണ്ടായി. അതൊക്കെ ഡേർട്ടൊക്കെ വെച്ചു. പിന്നെ കുറച്ച് റെയിലും ഉണ്ടാക്കി, ഒരു 3 മൈൻകാട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 5x5 ഒരു കുഴി ഇവിടെ കുഴിക്കണം. 2 ബ്ലോക്ക് ആഴത്തില്, 2-3 ബ്ലോക്ക് ആഴത്തില്. ഓക്കെ, ഒരു കുഴി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബിൽഡിംഗ് പോലെ കെട്ടണം. അവിടെയാണ് നമ്മളെ വില്ലേജറും സോംബിയൊക്കെ ഇരിക്കണേ. അപ്പോൾ ഇതിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് 5ഉം ഇങ്ങോട്ട് 7ഉം ആണ്. അപ്പോൾ 1 2 3 4 5 6 7. ഓക്കെ, നമ്മളെ സ്ഥലം അങ്ങനെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആക്കി വെച്ചാലേ നമുക്ക് കറക്റ്റ് വില്ലേജർ അല്ല, സോറി വില്ലേജർ അല്ല, സോംബിയെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും ഇത് ഒരു ബ്ലോക്കും കൂടി പൊക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഞാൻ സൽക്കരിച്ച് വിടട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാത്തിനെയും സൽക്കരിച്ച് വിട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബാനർ വേണം. ആ ബാനർ എനിക്ക് അത്യാവശ്യമാണ്. ഓക്കെ, എന്തായാലും ബാനർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മളെ ഫാർമിന്റെ ബാക്കി പണി നോക്കാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് സ്ലാബ് വെച്ച് കൊടുക്കണം, ഫോൺ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് സ്ലാബ് വെച്ച് കൊടുക്കണം. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇവിടെ 3 ബാരൽ വെച്ച് കൊടുക്കാനുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ 3 ബാരൽ ഉണ്ടല്ലോ, അത് നേരെ എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു ബട്ടൺ ഇങ്ങനെ വെച്ച് കൊടുക്കണം. 1 2 3. അതും കഴിഞ്ഞു. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ബെഡ് വെക്കണം. ഇതുപോലെ ഇവിടെ ബെഡ് വെക്കണം. അങ്ങനെ നമ്മളെ ബെഡിന്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് സ്ലാബ് വെച്ച് കൊടുക്കണം. പിന്നെയും ഈ ഒരു അളവിൽ ഇങ്ങനെ ഇവിടെ സ്ലാബ് വെച്ച് കൊടുക്കണം. ഇവിടെയാണ് നമ്മളെ സോംബി നിൽക്കുന്നത്. ഈ ഒരു ഏരിയ മതി സോംബിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോംബിനെ ഈസി ആയിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ട് വെക്കണം. ഞാൻ ബോട്ട് ഉണ്ടാക്കിയില്ല, അതെന്തായാലും പിന്നീട് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇവിടെ ആയിട്ട് 3 ബട്ടൺ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇവിടെ നമുക്ക് സ്പോൺ പ്രൂഫ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്തു. നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ബോട്ട് വെച്ച് കൊടുക്കാം. ഇതെന്താണ് ഇവിടെ ബോട്ട് വെക്കാൻ പറ്റാത്ത? ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ ബോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റ് ആംഗിൾ പിടിച്ച് വെക്കണം. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ഏരിയയിലായിട്ട് ബോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനെന്തായാലും വില്ലേജറിനെയും സോംബിനെയൊക്കെ ഇവിടെ പിടിച്ചിടണം. അപ്പൊ എന്തായാലും ഞാൻ വില്ലേജറിനെ കൊണ്ടുപോകേണ്ട സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനെന്തായാലും നേരെ ഓരോ വില്ലേജറായിട്ട് നമുക്ക് അങ്ങനെ കയറ്റിക്കൊണ്ട് ആ ഒരു ഫാർമിലേക്ക് കൊണ്ടുപോയിട്ട് ഇടാം. എന്തായാലും നമ്മളിവിടെ ഈ ഒരു ഫാർം ഉണ്ടാക്കുന്ന സമയത്തിനുള്ളിൽ അത്യാവശ്യം വില്ലേജറൊക്കെ വലുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരെയും അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, നീയും പോടാ, പുറത്തേക്ക് പോടാ, പുറത്തേക്ക് പോടാ, പോടാ കൊച്ചെറുക്ക. അപ്പം എന്തായാലും ഇവന്മാരൊക്കെ ഞാൻ ഇനി മെല്ലെ ഇതിന്ന് പൊളിച്ചെടുക്കണം. ഓക്കെ, അവനെയും പൊളിച്ചെടുത്തു. അവൻ പോയി. അയ്യോ, അവൻ പോയി. അയ്യോ, ഇനി ഇതിന്ന് പുറത്തിറങ്ങാൻ ഒരു ട്രിക്ക് ഉണ്ട്. ഈ ഒരു വഴി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. ഇനി ആ പോയവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരട്ടെ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഇവന്മാർ ഇവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ആവശ്യമില്ലാത്ത ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇവിടെ നമുക്ക് സ്പോൺ പ്രൂഫ് ചെയ്യണം. എന്നിട്ട് മാത്രമേ സോംബി ഇവിടെ പിടിച്ചുകൊണ്ട് വരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ തന്നെ അയങ്കോളം സ്പോൺ ആവും. ബൈ ദ ബൈ, ഞാനൊരു കാര്യം വിട്ടുപോയി. നമുക്കിവിടെ അയങ്കോളം സ്പോണായാൽ പോരാലോ, സ്പോണായിട്ട് കൊല്ലാനുള്ള സെറ്റപ്പ് ചെയ്യണ്ടേ, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് ഒരു ഡേർട്ട് പൊളിക്കണം. എന്നിട്ട് ഇവിടെയും ഒന്ന് പൊളിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വേണം നമ്മൾ ചെസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെസ്റ്റ് വെക്കണം. എന്നിട്ട് ഇവിടെ ഹോപ്പർ വെക്കണം. ഞാനൊരു ഹോപ്പർ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഹോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലാവ ഒഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഈ ഒരു സൈൻ ബോർഡ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സൈൻ ബോർഡ് വെക്കുന്നത് ആദ്യം ഹോപ്പറിന്റെ മുകളിലായിട്ട് ഒന്ന് വെക്കണം. അതിനുശേഷം ഇവിടെ നേരെ ഒന്ന് വെക്കണം. വീണ്ടും അവിടെ തന്നെ ഒന്ന് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു 4 മൂലകം ചെയ്തെടുക്കണം. ഓക്കെ, അതെന്തായാലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടുത്തായിട്ട് ലാവ ഒഴിക്കണം. ലാവ ഒഴിക്കുമ്പോൾ നോക്കണം നമ്മൾ കൂടെ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഒഴിച്ചു. ഇനി നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു അൺലിമിറ്റഡ് വാട്ടറിൻ്റെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂലക്ക് ഒരു ബക്കറ്റ് ഒഴിക്കണം. അതുപോലെ തന്നെ ഈ ഒരു മൂലക്ക് ഒരു ബക്കറ്റ് ഒഴിക്കണം. അതേ സെയിം സാധനം അപ്പുറം സൈഡിലും കൂടി ചെയ്യണം. ഇവിടെ ഒന്ന്, അതുപോലെ ഇവിടെ ഒന്ന്. അപ്പോൾ എന്തായാലും ഇതൊരു റൗണ്ട് പോലെ ആവുമെന്നാണ് തോന്നുന്നത്. ഇതിലെനിക്ക് ഇറങ്ങി പരീക്ഷിക്കാൻ വയ്യ. എന്തായാലും അത് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് ഇവിടുന്ന് മൂടിക്കളയണം. അതിന് മുമ്പ് നമുക്ക് 2 ബക്കറ്റ് വെള്ളം ഇവിടുന്ന് കോരി വെക്കാം കഴിയിൽ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റിലും നമുക്കിങ്ങനെ ഈ ഒരു പ്രൂസിൻ്റെ സ്ലാബ് വെക്കണം. സ്ലാബ് ഏത് വേണമെങ്കിലും വെക്കാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ലാബ് കുറവാണ്. ഉള്ള സ്ലാബൊക്കെ ആണെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ച്. എന്തായാലും ഈ ഒരു സ്ലാബ് മതിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഓക്കെ, ഈ സ്ലാബ് തന്നെ നമുക്ക് മതിയായിട്ടുണ്ട് കേട്ടോ. ബാക്കി മിച്ചം ഒരു സ്ലാബ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു ഡേർട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഷവൽ കൊണ്ട് ഇങ്ങനെ കിളച്ചെടുക്കണം. ഇവിടെ സ്പോൺ പ്രൂഫ് ചെയ്യണം. അങ്ങനെ ഗൈസ്, ഞാനിത് ഇവിടെ മൊത്തത്തിൽ സ്പോൺ പ്രൂഫ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഇപ്പം നൈറ്റ് അവർ ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കൊരു സോംബിയെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടണം. അപ്പം എന്തായാലും നമ്മളെ ഫാർം വർക്കാവോ ഇല്ലയോ എന്ന് അപ്പം നമുക്ക് അറിയാം. മാക്സിമം ഇത് വർക്കായാൽ മതിയായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ താഴെ കുറേ പേര് പറയുന്നുണ്ടായി ഇത് വർക്കാവണില്ല എന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആ ഒരു വില്ലേജർ ബ്രീഡറും ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഞാൻ സോംബിനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നോക്കാം. അയ്യോ, സ്കെൽട്ടൺ! അയ്യോ, ഓടിക്കോ ഓടിക്കോ! അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, സ്കെൽട്ടൺ കൊല്ലണേ! അയ്യോ, ഹെൽത്ത് ഇല്ല, അതാണ് മെയിൻ സീൻ. പിന്നെ ആർമറും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവട്ടെ. അപ്പം നമ്മൾ അയൺ ഫാർം വർക്കായിട്ടുണ്ട്. പക്ഷെ അയൺ ഗോളാണെങ്കിൽ നേരെ മുകളിലാണ് സ്പോൺ ആയിട്ടുള്ളത്. അതെന്ത് കാരണമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നോക്കാം, രാവിലെ വന്നിട്ട് തന്നെ നോക്കാം. ഇപ്പം നൈറ്റിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും രാവിലെ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറേ അധികം സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ലാബ് അവിടെ മൊത്തത്തിൽ സ്പാം ചെയ്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ അയൺ ഫാർം ആണെങ്കിൽ വർക്കായിട്ടുണ്ട് ഫൈനലി. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അത് ഇവിടെയൊക്കെ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഞാനൊന്ന് മൂടി. അപ്പോഴേക്കും നമ്മൾ അയൺ ഗോളം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് സ്പോൺ ആയിട്ടുണ്ട്.
സോ അങ്ങനെ നമ്മൾ ആ എൻഡ് ഫാർം വർക്കായി സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും ഇത് വർക്കാവുമെന്ന് വിചാരിച്ചില്ല. കാരണം ആ ഒരു കമന്റ് ബോക്സിന്റെ അടിയിൽ കുറെ ആൾ വർക്ക് ആവണില്ല എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് നേരം AFK നിങ്ങട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.